പെരിങ്ങാട് പുഴയുടെ തീരവും പ്രദേശങ്ങളും റിസർവ് ഫോറസ്റ്റ് ആക്കുന്ന പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് തീരദേശ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. കോടികൾ മുടക്കിയുള്ള കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാനല്ല ശ്രമിക്കേണ്ടത്. പെരിങ്ങാട് പുഴ ശുദ്ധജല സംഭരണി പദ്ധതി നടപ്പിലാക്കുവാനാണ് എളവള്ളി, പാവറട്ടി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, ഒരുമനിയൂർ പഞ്ചായത്തുകൾ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എളവള്ളി പഞ്ചായത്തിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ശുദ്ധജല വിതരണം നടക്കുന്നുണ്ട്. എന്നാൽ കനാലിലേക്ക് ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴി ഉപ്പുവെള്ളം കയറുന്നത് പതിവായതിനാൽ ഇപ്പോൾ സ്ഥലമെടുത്ത് കുഴിച്ച് കൃത്രിമ തടാകമുണ്ടാക്കി ജലം സംഭരിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. മറ്റ് പഞ്ചായത്തുകളിലും കുടിവെള്ളത്തിനായി കോടികൾ ചിലവാക്കുന്നു. അണക്കെട്ടിൽ നിന്നും നേരിട്ടെത്തുന്ന നല്ല വെള്ളം കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞാണ് കോടികൾ ചിലവാക്കി പാലക്കാട് ജില്ലയിൽ നിന്നും പൈപ്പിട്ട് വെള്ളം കൊണ്ടുവരുന്നതും കൃത്രിമ തടാകം ഉണ്ടാക്കുന്നതും. ഇതുപോലെയുള്ള തലതിരിഞ്ഞ നയങ്ങളാണ് ഭരണകർത്താക്കൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും തീരദേശ സംരക്ഷണ സമിതി നേതാവ് ഷൈജു തിരുനെല്ലൂർ കുറ്റപ്പെടുത്തി. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പല പദ്ധതികളുമാണ് ഈ പ്രദേശത്ത് പാവറട്ടി പഞ്ചായത്തിലും ഇളവള്ളി അതുപോലുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതികളൊക്കെ തന്നെ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഇവിടെ ഇത്രയും വലിയ ശുദ്ധജല തടാകമാക്കാൻ പറ്റാവുന്ന പെരിങ്ങാട് പുഴ, അതിന് പടിഞ്ഞാറ അറ്റത്ത് ഒരു ചെറിയൊരു വളയംകെട്ടോ അല്ലെങ്കിൽ റെഗുലേറ്ററോ സ്ഥാപിക്കുകയാണെങ്കിൽ ശുദ്ധജല സംഭരണിയാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള 234 ഏക്കർ സ്ഥലം വെറുതെ ചതുപ്പാക്കുകയും കണ്ടൽക്കാട് എന്നുള്ള രീതിയിൽ പുഴയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറിയാൽ മാത്രമാണ്, ഈ ശുദ്ധജല തടാകമാക്കിയാൽ മാത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും വെള്ളം കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക്, ഉപ്പുവെള്ളം കയറാത്തൊരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ തൃശ്ശൂർ ജില്ലയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ പറ്റാവുന്ന വലിയ പദ്ധതി പോലെ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രദേശം റിസർവ് ഫോറസ്റ്റ് ആക്കുകയും കാടാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെയാണ് അധികൃതർ മാറിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ തീരദേശത്തെ ഏറ്റവും വലിയ ജലസംഭരണിയാക്കാൻ സാധിക്കുന്നതാണ് പെരിങ്ങാട് പുഴ. പെരിങ്ങാട് പുഴയെ ശുദ്ധജല സംഭരണി പദ്ധതി നടപ്പിലാക്കുവാൻ ശക്തമായി ആവശ്യപ്പെടണം. എളവള്ളി, പാവറട്ടി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, ഒരുമനിയൂർ, ചാവക്കാട്, ഗുരുവായൂർ മുനിസിപ്പാലിറ്റികൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കും. പെരിങ്ങാട് പുഴയിൽ ശുദ്ധജലം സംഭരിച്ചു വെച്ചാൽ പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലെ ഉപ്പ് മാറി ശുദ്ധജലമാവുകയും ചെയ്യുമെന്ന് ഷൈജു പറഞ്ഞു.